ഹായ് എവരി വൺ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. രാവിലെ എഴുന്നേറ്റു 6 മണിയായി. ഞാൻ ഇന്ന് രാവിലെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നാണ് കാണിക്കുന്നത്. ആക്ച്വലി രാവിലെ എഴുന്നേറ്റു കട്ടൻ കാപ്പി ഉണ്ടാക്കി ഞാൻ കാണിച്ചു തരാം. 2 ഗ്ലാസ് കട്ടൻ കാപ്പി ഉണ്ടാക്കി ദോശ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ദോശ അടുപ്പത്ത് വേകുന്നു. നമ്മളെ ഹായ് പറഞ്ഞേ. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് വന്ന് നിൽക്കുക. എല്ലാ ദിവസവും ഇങ്ങനെയാണ്. ഏർലി മോർണിംഗ് എണീക്കും, പിന്നെ രാത്രിയിൽ ഒരു 7-7:30 8 മണിയാകുമ്പോൾ കിടന്നുറങ്ങും. അങ്ങനെ ഇപ്പോൾ എണീറ്റാൽ പിന്നെ പകൽ ഉറങ്ങത്തില്ല. ഇനി നമുക്ക് ഈ ദോശ ഒന്ന് മറിച്ചിടാം. പിള്ളേർക്ക് ഞാൻ മോസ്റ്റ്ലി രാവിലെ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഇവിടെ ഹെയ്ഡൻ സ്കൂളിലും കൊണ്ടുവന്ന് മോസ്റ്റ്ലി ഇങ്ങനെ ദോശ തന്നെയാണ്. ദോശയ്ക്കകത്ത് എന്തെങ്കിലും ചിലപ്പം ഞാൻ ഡേറ്റ് സിറപ്പ് തേച്ച് കൊടുത്തയക്കും, അല്ലെങ്കിൽ പീനട്ട് ബട്ടറും ചോക്ലേറ്റും കൂടെ മിക്സ് ചെയ്തിട്ട് അത് കൊടുത്തയക്കും. അങ്ങനെ എന്തെങ്കിലും ദോശയ്ക്കകത്ത് ഫില്ല് ചെയ്താണ് കൊടുത്തയക്കൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തിന്നാത്ത ഹെയ്ഡാപ്പി ദോശ കഴിക്കുന്നു. കാരണം എന്താണെന്നറിയോ? ഇന്ന് അവർ സ്കൂളിൽ വാക്സിനേഷനുണ്ട്. അപ്പോൾ ടീച്ചർ പറഞ്ഞു എന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരണമെന്ന്. ഇല്ലെങ്കിൽ ഞാനിവിടെ തലകുത്തി നിന്നാലും കഴിക്കാത്തവനാണ് ഇന്ന് രാവിലെ ദോശ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നത്. ഹായ് പറഞ്ഞ. ഹലോ ഹൈഡപ്പി. ഇന്ന് മോനെ എന്തിൻ്റെ വാക്സിനേഷനാ? പിന്നെ പനി പിടിക്കത്തില്ല ഇഞ്ചക്ഷൻ വന്നാൽ. പനി വരത്തില്ല ഇഞ്ചക്ഷൻ അല്ലേ? ഇഞ്ചക്ഷന് പനി വരത്തില്ല. അപ്പം അങ്ങനെ അതിൽ ആ ഒരു പേരും പറഞ്ഞ് ഇന്ന് ഏതായാലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ആശ്വാസമുണ്ട്. വഴക്ക് പറയണ്ട, ദേഷ്യപ്പെടേണ്ട, വേഗം തന്നെ കഴിച്ചോളും. ഇപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഹെയ്ഡാപ്പി എന്നുള്ളത് അല്ലേ? ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എന്നാ തരുന്ന ഹെയ്ഡാപ്പി നിനക്ക്? 2 ലോലിപോപ്പ് 2 ജ്യൂസും തരുമോ? 2 ഇഞ്ചക്ഷൻ ഉള്ളവർക്ക് 2 ജ്യൂസ് കൊടുക്കുമോ? 2 ലോലിപോപ്പും. ഓക്കെ. കരയുമോ? കരയത്തില്ല. അച്ചാച്ച കൊണ്ടുവരുന്ന ജ്യൂസ് പ്രതീക്ഷിച്ച് നിൽക്കുവാണ് ഹെലമോള്. 2 ജ്യൂസ് കൊണ്ടുവന്ന ഒരു ജ്യൂസ് സന്നി അങ്ങനെ പറഞ്ഞോ? അവിടാണോ? എവിടെ ഇഞ്ചക്ഷൻ എടുക്കുന്ന ഹെഡാപ്പി? എത്ര ഇഞ്ചക്ഷൻ വേണം? 4 മതി. നടുവേലും വേണം. 3 4. ഹെൽമോക്ക് 3 ഇഞ്ചക്ഷനും അച്ചച്ചയ്ക്ക് 4 ഇഞ്ചക്ഷനും ആണോ? ഒത്തിരി ഇഞ്ചക്ഷൻ വേണം. ഒത്തിരി ഇഞ്ചക്ഷൻ എടുത്ത് നടക്കാൻ പറ്റില്ല. അപ്പോഴത്തെ ഇനി വേണം ദോശ? വേണ്ട, ഒരു ദോശ മതി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ രാവിലത്തെ ഒരു പരിപാടി. ഇങ്ങനെ ഹെയ്ഡാപ്പി കഴിച്ച് കഴിയാറായി. ഇത് ഞാൻ ഡേറ്റ് സിറപ്പ് കൊടുത്തതാണ്. അച്ചാച്ചനെ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. ഹെലമോൾ ഇവിടെ ഡേറ്റ് സിറപ്പൊക്കെ തൊട്ട് നോക്കി നിൽക്കുവാണ്. ഇഞ്ചക്ഷൻ എന്തോ നല്ല വേദനയൊന്നും ഇല്ലാത്ത നല്ല ഇതാന്ന് വിചാരിച്ചിട്ടാണ് ഹെയ്ഡൻ ഇപ്പോൾ ഇരിക്കുന്നത്. ഇങ്ങനെ കുഞ്ഞു പിള്ളേർക്ക് ഇതുപോലെ ചെറിയ ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടും. സ്പീഡിൽ കഴിക്കുന്നതിലും കൂടുതൽ അവർ എന്തോ ഹെലമോ കുട്ടി ദോശ. എന്തുവാ? കുട്ടി ദോശ. ഓക്കെ, കുട്ടി ദോശ റെഡി ആകുന്നു. ഇവിടെ ഒരാൾ പാത്രം കൊണ്ട് നിൽക്കുക. അത്യാവശ്യം കഴിച്ചാൽ സെയിം പാത്രത്തിൽ കൊണ്ട് നിൽക്കുക. അതിനകത്ത് തേനുള്ളത് കൊണ്ട് ആ പാത്രത്തിൽ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലേ? നമുക്ക് കുട്ടി ദോശ തരാമേ. ദോശ റെഡി ആകുന്നുണ്ട്. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ദോശ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ പിള്ളേർ കഴിച്ചോളുമല്ലോ. അപ്പോൾ അത് കാരണം പിള്ളേർക്ക് വേണ്ട ദോശ റെഡിയാകുന്നു. ഹെയ്ഡൻ റെഡി ആകാനായിട്ടുള്ള തയ്യാറെടുപ്പാണ്. ഹെലമോൾ അതവിടെ വെക്കും മോനെ. വൈറ്റ് ബ്രേക്കിന് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ഒരു പീസാണ് ഞാൻ മോന് വെച്ചത്. ഞാൻ കേക്ക് ഉണ്ടാക്കിയിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് വന്നു കേട്ടോ, ചോക്ലേറ്റ് കേക്ക്. ഞാൻ അടുത്ത ദിവസം നിങ്ങൾക്ക് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞുതരാം. നല്ല നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത്.
നല്ല സോഫ്റ്റായിട്ട് നല്ല നമ്മുടെ ഈ ക്രിസ്മസ് കേക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ആ ഒരു ടേസ്റ്റിൽ വന്നു. അപ്പം ഇന്ന് ഞാൻ അതിൻ്റെ ഒരു പീസാണ് മോന് കൊടുത്തു വിടുന്നത് ഫസ്റ്റ് ബ്രേക്കിന്. സെക്കൻഡ് ബ്രേക്കിന് ഞാൻ ആസ് യൂഷ്വൽ ദോശ തന്നെയാണ് കൊടുത്തേക്കുന്നത്. അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് പിള്ളേർക്കുള്ളത് ശരിയായി, മോനുള്ളത് സ്കൂളിലേക്ക് കൊടുത്തുവിടാനായിട്ടുള്ളത്. അങ്ങനെ ഹെയ്ഡാപ്പിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ഫസ്റ്റ് ബ്രേക്കിനുള്ളതും പിന്നെ സെക്കൻഡ് ബ്രേക്കിനുള്ള ഫുഡൊക്കെ റെഡിയാക്കി എല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ഞാനൊരു കട്ടൻ കാപ്പി കുടിക്കുക. ആയിവാ, ഞങ്ങൾക്കിന്ന് ദോശ സാമ്പാറുമാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ്. എനിക്ക് വെച്ചുവിനും പിള്ളേർ ഡേറ്റ് സിറപ്പ് കൂട്ടിയിട്ട് ദോശ കഴിക്കും ചിലപ്പോൾ, ഉറപ്പില്ല. ഹെയ്ഡ് ഞാൻ പറഞ്ഞില്ല ഇന്ന് വലിയ യുദ്ധമൊന്നും വേണ്ടി വന്നില്ല. അല്ലെങ്കിൽ ഇവിടെ ഒരു മാമാങ്കമാണ് രാവിലെ. കഴിപ്പീരെന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രോസസ്സാണ്. ഇന്നിപ്പം നേഴ്സ് ആൻറ്റി പറഞ്ഞു, ടീച്ചർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടേ വരാവുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊക്കെയാണ് ഞങ്ങളുടെ മോർണിംഗ് വിശേഷങ്ങൾ. ഹെയ്ഡൻ റെഡി ആവുകയാണ്. റെഡി ആയതിനു ശേഷം കാണിക്കാം. നല്ല കാപ്പിയാട്ടെ ഇത്. നമ്മുടെ എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ് ഇത്. തുലാപ്പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന കാപ്പിപ്പൊടിയാണ്. അവിടുത്തെ കാപ്പിക്കുരു പറിച്ച് പൊടിച്ച് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നല്ല നല്ല ടേസ്റ്റാണ്. ഹോംലി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ്. ഞാൻ ഡിജോയ് മോസ്റ്റ്ലി ഇങ്ങനെ ഒരു കട്ടൻ കാപ്പി കുടിക്കും. ഒന്നെങ്കിൽ മോർണിംഗ് കുടിക്കും, അല്ലെങ്കിൽ ഈവനിങ് ഞങ്ങൾ ഒരു കട്ടൻ കുടിക്കുന്ന പതിവുണ്ട്. അങ്ങനെ ഹെയ്ഡൻ സ്കൂളിൽ പോകാൻ റെഡിയായി. സ്പോർട്സ് യൂണിഫോമാണ് ഇട്ടേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ please subscribe, share, like and comment and share, subscribe. See you in the next video. Bye bye. bye bye, take care. Take care.